ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെക്റ്റർ സ്പേസ് എന്താ, സബ് സ്പേസ് എന്താന്നൊക്കെ പഠിച്ചു. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നോക്കി, നോൺ എക്സാമ്പിൾസൊക്കെ നോക്കി അല്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സബ് സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്താന്ന് പറഞ്ഞു. എന്തായിരുന്നു സബ് സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ? എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ് സ്പേസുകളും എടുക്കുക. വി എന്നുള്ള വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ സബ് സ്പേസുകളും എടുക്കുക, എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. എന്നിട്ട് എന്തെടുക്കുക? അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. അതായിരിക്കും എന്ത്? സബ് സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, സബ് സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. Okay, the subspace spanned by a non-empty subset S of a vector space V is the set of all linear combinations of vectors in S. അതാണ് ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുക? ലെറ്റ് W be the subspace spanned by S. W ആണ് subspace spanned by S എന്ന് വിചാരിക്കുക. അപ്പോൾ Wനെ നമുക്ക് എന്തെഴുതാം? Intersection of W alpha where W alpha contains S. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ W എന്ന് പറയുന്നത് എന്ത് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് തന്നെയാണ് W എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്തെടുക്കുന്നു? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ബിലോങ്സ് ടു എസ്. എസ്സിലുള്ള കുറച്ച് എലമെൻറ്റ്സ് ആണ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. അപ്പോൾ എസ്സിലുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കും? Wയിലുണ്ടായിരിക്കും. ഓക്കെ, എസ്സിലുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കും? Wയിലുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്നുള്ളത് എസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 എക്സെട്ര ആൽഫ 2 x2 പ്ലസ് എക്സെട്ര ആൽഫ m xm എന്ന് പറയുന്നതിനെ നമുക്ക് ആൽഫ എന്ന് വിളിക്കാം. അതെന്തായാലും എന്തിലുണ്ടാകും? Wയിലുണ്ടായിരിക്കും. കാരണം എന്താ? W ഒരു സബ് സ്പേസ് ആണ്. W സബ് സ്പേസ് ആണെങ്കിൽ സബ് സ്പേസിൽ എപ്പോഴും സി ആൽഫ പ്ലസ് ബീറ്റ ഫോമിലുള്ള എല്ലാ എലമെൻറ്റ്സും ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Wയിൽ ഈ ലീനിയർ കോമ്പിനേഷൻസ് എല്ലാം എവിടെ ഉണ്ടായിരിക്കും? Wയിൽ കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, W അത് തന്നെയാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തത് എന്താണ്? ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര ആൽഫ m xm കണ്ടെയ്ൻഡ് ഇൻ Wൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ Wനെ നമുക്ക് എന്ത് പറയാം? W കണ്ടെയ്ൻസ് ദ സെറ്റ് L ഓഫ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്. ഈ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ ഒക്കെ സെറ്റിനെ നമ്മൾ L എന്ന് വിളിക്കുകയാണെങ്കിൽ L എന്നുള്ളത് എവിടെ ഉണ്ടായിരിക്കും? എസ്സിലുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ സെറ്റ് L കണ്ടെയ്ൻസ് എസ് ഈസ് നോൺ എംപ്റ്റി. അങ്ങനെയാണെങ്കിൽ L എന്ന് പറയുന്നത് ദ സെറ്റ് L കണ്ടെയ്ൻസ് എസ് ഈസ് നോൺ എംപ്റ്റി. എസ് എൽ എന്ന് പറയുന്നത് എന്താണ്? ഈ എന്തായാലും ലീനിയർ കോമ്പിനേഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലീനിയർ കോമ്പിനേഷൻസ് Wയിലുണ്ട്. അപ്പോൾ L എന്ന് പറയുന്ന സെറ്റ് എന്താണ്? നോൺ എംപ്റ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിലുള്ള രണ്ട് എലമെൻറ്റ്സ് എടുക്കുക, ആൽഫയും ബീറ്റയും. ആൽഫേനെ നമുക്ക് എല്ലിലുള്ള എല്ലാ എലമെൻറ്റ്സും ലീനിയർ കോമ്പിനേഷൻസിൻ്റെ ഫോമിലാണ്. അപ്പോൾ ആൽഫയെ നമുക്ക് എന്ത് വിളിക്കാം? ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര ആൽഫ m xm എന്ന് വിളിക്കാം. അതുപോലെ ബീറ്റേനെ എന്ത് വിളിക്കാം? ബീറ്റ 1 y1 പ്ലസ് ബീറ്റ 2 y2 പ്ലസ് എക്സെട്ര ബീറ്റ n yn എന്ന് വിളിക്കാം. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ എന്താ വരിക? സിഗ്മ സി എക്സ് ഐ ഇൻറ്റു ആൽഫ ഐ പ്ലസ് സിഗ്മ വൈ ഐ ഇൻറ്റു ബി ഐ അങ്ങനെ എഴുതാം. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് എഗെയിൻ ഒരു ലീനിയർ കോമ്പിനേഷനാണ്. വീണ്ടും ലീനിയർ കോമ്പിനേഷനായിട്ടാണ് വന്നത്. അതുകൊണ്ട് അത് എന്തിലുണ്ടായിരിക്കും? എല്ലിലെ എലമെൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? സബ് സ്പേസ് ഓഫ് വി ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്? ആദ്യം നമ്മൾ W എന്നുള്ളത് സബ് സ്പേസ് സ്പാൻഡ് ബൈ എസ് ആണെന്ന് എടുത്തു. എന്നിട്ടത് ലീനിയർ കോമ്പിനേഷൻസിൻ്റെ സെറ്റ് തന്നെയാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ എസ്സിലെ കുറച്ച് എലമെൻറ്റ്സ് എടുത്തു. എസ്സിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്തായാലും Wൻ്റെ ഉള്ളിലാണ് കിടക്കുക. ഓക്കെ, അപ്പോൾ ലീനിയർ കോമ്പിനേഷൻസ് തന്നെയാണ്, ലീനിയർ കോമ്പിനേഷൻ മാത്രമേ Wയിലുള്ളൂ, അത് തന്നെയാണ്, അത് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ L എന്നുള്ളത് ലീനിയർ കോമ്പിനേഷൻസിൻ്റെ ഒക്കെ ഒരു സെറ്റാണ് L എന്ന് പറയുന്നത്. എല്ലാ ലീനിയർ കോമ്പിനേഷൻസിൻ്റെയും സെറ്റാണ് L എന്ന് എടുത്തു. ഓക്കെ, L നോൺ എംപ്റ്റി ആണ്. കാരണം എന്തായാലും ലീനിയർ കോമ്പിനേഷൻ Wയിലുണ്ടല്ലോ. അപ്പോൾ എന്തായാലും L എന്ന് പറയുന്ന സെറ്റ് നോൺ എംപ്റ്റി ആണ്. അതിൽ രണ്ട് എലമെൻറ്റ്സ് എടുത്ത് സി ആൽഫ പ്ലസ് ബീറ്റ കണ്ടപ്പോൾ അത് വീണ്ടും ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതെന്തായാലും Lലെ എലമെൻ്റ് ആണ്. അപ്പോൾ L എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? സബ് സ്പേസ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി L ഈസ് ദ സബ് സ്പേസ് വിച്ച് കണ്ടെയ്ൻസ് എസ് ആൻഡ് ഓൾസോ എനി സബ് സ്പേസ് വിച്ച് കണ്ടെയ്ൻസ് എസ് കണ്ടെയ്ൻസ് L. അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും? നമുക്കിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കിട്ടിയത്. എന്താണ്? ഒന്ന്, L ഒരു സബ് സ്പേസ് ആണെന്ന് കിട്ടി.
രണ്ടാമത് എൽ എന്ന് പറയുന്നത് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. എൽ ഈസ് എ സബ്സ്പേസ് വിച്ച് കണ്ടെയ്ൻസ് എസ്. സബ്സ്പേസ് ആണെന്ന് കിട്ടി. രണ്ടാമത് എന്താ കിട്ടിയത്? എനി സബ്സ്പേസ് വിച്ച് കണ്ടെയ്ൻസ് എസ്, അതായത് ഡബ്ല്യു ആൽഫകൾ കണ്ടെയ്ൻസ് എൽ എന്നും കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയത്? അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബ്ല്യൂവിൽ എന്തുണ്ട്? എൽ ഉണ്ടെന്ന് പറഞ്ഞു. ഡബ്ല്യൂവിൽ എൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഡബ്ല്യു എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷനാണ്. ഡബ്ല്യൂവിൽ എൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ഡബ്ല്യു ആൽഫകളിലും എൽ ഉണ്ടെന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് ആ രണ്ടാമത്തെ റിസൾട്ട് എഴുതിയത്. എനി സബ്സ്പേസ് വിച്ച് കണ്ടെയ്ൻസ് എസ്, ദറ്റ് ഈസ് ഡബ്ല്യു ആൽഫ കണ്ടെയ്ൻസ് എൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? Therefore, L is the intersection of all subspaces containing S. അപ്പോൾ L എന്ന് പറയുന്നത് എല്ലാ സബ്സ്പേസിലും ഉള്ളത് കൊണ്ട് L എന്ന് പറയുന്നത് തന്നെയാണ് intersection of all subspaces containing S എന്ന് പറയുന്നത്. Therefore, L is the subspace spanned by S എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് സെറ്റുകൾ എടുക്കുകയാണ്. S1, S2, etc. Sk are subsets of a vector space V. The set of all sums alpha 1 plus alpha 2 plus etc. alpha k of vectors alpha I in Si is called sum of the subsets S1, S2, etc. Sk. അതായത് ഈ സെറ്റുകളുടെ സം എന്ന് പറയുന്നത് അതിലെ എലമെൻസിൻ്റെ സമ്മ തന്നെയാണ്. ഓക്കെ, S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര Sk എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര ആൽഫ k ആണ്. അപ്പോൾ ഇനി സബ്സ്പേസിൻ്റെ ഫോമിൽ ഈ ഡെഫിനേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? സബ്സ്പേസിൻ്റെ ഫോമിൽ if W1, W2, etc. Wk are subspaces of V, then the sum W equal to W1 plus W2 plus etc. Wk is a subspace of V which contains each of the subspaces Wi. ഓക്കെ, അതായത് W1, W2, etc. Wk എന്നുള്ളത് സബ്സ്പേസുകളാണെങ്കിൽ അതിൻ്റെ സം എഗെയിൻ ഒരു സബ്സ്പേസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ സം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? W1 ഒരു എലമെൻ്റ് എടുക്കുക ആൽഫ, W2 ഒരു എലമെൻ്റ് എടുക്കുക ആൽഫ 2. അപ്പോൾ അതിൻ്റെ സമ്മ തന്നെയായിരിക്കും എന്ത് വരിക? W1 പ്ലസ്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ W1 പ്ലസ് W2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൽഫ 1 പ്ലസ് ആൽഫ 2, വേർ ആൽഫ 1 ബിലോങ്സ് ടു W1, ആൽഫ 2 ബിലോങ്സ് ടു W2. അങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ് ഇതിൽ വരിക. ഇങ്ങനെയുള്ള സമ്മ് വീണ്ടും എന്ത് തന്നെയായിരിക്കും? സബ്സ്പേസ് ആയിരിക്കും. W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര Wk ഈസ് എഗെയിൻ സബ്സ്പേസ് ഓഫ് V വിച്ച് കണ്ടെയ്ൻസ് ഈച്ച് ഓഫ് ദി സബ്സ്പേസസ് Wi. അതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം എന്തെടുക്കാം? W1, W2, എക്സെട്ര Wk എന്നുള്ളത് സബ്സ്പേസുകൾ. നമുക്ക് സബ്സ്പേസ് ആണെങ്കിൽ എന്തായാലും അതിൽ സീറോ എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ സീറോ എന്നുള്ളത് എന്തിലുണ്ടായിരിക്കും? എല്ലാ Wi-കളിലും ഉണ്ടായിരിക്കും. സീറോ ബിലോങ്സ് ടു Wi. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സീറോനെ നമുക്ക് 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ സീറോ എവിടത്തെ എലമെൻ്റ് ആയിരിക്കും? W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര Wkയിലെ എലമെൻ്റാണ്. അതായത് സീറോ എന്നുള്ളത് Wയിലെ എലമെൻ്റാണ് കിട്ടി. അപ്പം W നോൺ എം ടി ആണ്. ഇനി നമുക്ക് ആൽഫ, ഇതിലത്തെ ഈ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര Wkയിലെ ഒരു എലമെൻ്റാണ് ആൽഫ എന്നെടുക്കുക. ആൽഫേനെ അപ്പോൾ എങ്ങനെ എഴുതാം? സ്മോൾ ലെറ്റർ W1 ആണ് എഴുതണം കേട്ടോ. സ്മോൾ W1 പ്ലസ് സ്മോൾ W2 പ്ലസ് എക്സെട്ര സ്മോൾ Wk. ബീറ്റേനെ എങ്ങനെ എഴുതാം? സ്മോൾ W1 ഡാഷ് സ്മോൾ W2 ഡാഷ് എക്സെട്ര സ്മോൾ Wk ഡാഷ്. അതിലത്തെ എലമെൻസിൻ്റെ ഫോം നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ പ്ലസ് ആക്കി എഴുതുന്നതാണ്. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ കാണുക. സി ആൽഫ പ്ലസ് ബീറ്റ കണ്ടാലും വീണ്ടും ഏത് ഫോമിൽ തന്നെയാണ് കിടക്കണേ? സം ഒരു കെ ടേംസിൻ്റെ സമ്മായിട്ട് തന്നെയാണ് കിടക്കണേ. ഓക്കെ, സി W1 പ്ലസ് W1 ഡാഷ് പ്ലസ് സി W2 പ്ലസ് W2 ഡാഷ് പ്ലസ് എക്സെട്ര സി Wk പ്ലസ് Wk ഡാഷ്. ഫസ്റ്റ് എലമെൻ്റ് എന്നുള്ളത് W1 എന്ന് വിളിക്കാം, സെക്കൻഡ് എലമെൻറ്റിനെ W2 എലമെൻ്റായിട്ട് വിളിക്കാം, എക്സെട്ര കെത്ത് എലമെൻറ്റിനെ Wk എലമെൻ്റായിട്ട് വിളിക്കാം. അപ്പോൾ ഇത് മൊത്തം എവിടുത്തെ എലമെൻ്റാണ്? W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര Wk എലമെൻ്റാണ്. അപ്പോൾ അത് എവിടുത്തെ എലമെൻ്റാണ്? Wയിലെ എലമെൻ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? ഇതിൻ്റെ സമ്മിനെ നമുക്ക് എന്ത് വിളിക്കാം? സബ്സ്പേസ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തിനി ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. ലെറ്റ് എഫ് ബി എഫ് സബ് ഫീൽഡ് ഓഫ് ദ ഫീൽഡ് സി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ആൽഫ 1 എന്നുള്ളൊരു വെക്ടർ തന്നിട്ടുണ്ട്, ആൽഫ 2 ഒരു വെക്ടർ തന്നിട്ടുണ്ട്, ആൽഫ 3 ഒരു വെക്ടർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് വെക്ടേഴ്സ് വെച്ച് സ്പാൻ ചെയ്യുന്ന വേറൊരു വെക്ടർ കാണാൻ പറ്റും പറയുകയാണെന്ന്. എങ്ങനെയാണ് കാണാം? then the vector alpha is spanned by alpha 1, alpha 2, alpha 3 if നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? അപ്പോൾ ആൽഫ എന്നുള്ളത് ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ ആൽഫ ഈസ് സ്പാൻഡ് ബൈ ദീസ് 3 വെക്ടേഴ്സ് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ആൽഫ ഈസ് സ്പാൻഡ് ബൈ ദീസ് 3 വെക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് സ്കെയിലാസിനെ കണ്ടുപിടിക്കാൻ പറ്റണം C1, C2, C3 സച്ച് ദാറ്റ് ആൽഫ ഈക്വൽ ടു
C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് C3 ആൽഫ 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് സ്പാൻഡ് ബൈ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ദറ്റ് ഈസ് C1 ഇൻറ്റു ആൽഫ 1 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, പ്ലസ് C2 ഇൻറ്റു ദാറ്റ് വെക്ടർ പ്ലസ് C3 ഇൻറ്റു അടുത്ത വെക്ടർ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വെക്ടറിനെ C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്താ വരിക? C1. അപ്പോൾ എല്ലാത്തിലെയും ഫസ്റ്റ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? C1 പ്ലസ് 0 പ്ലസ് 0. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്ത് തന്നെയാണ് വരിക? C1 എന്നാണ് വരിക. സെക്കൻഡ് എലമെൻറ്റ് 2C2 പ്ലസ് 0 പ്ലസ് 2C2 അല്ല 2C1 പ്ലസ് 0 പ്ലസ് 0. തേർഡ് എലമെൻറ്റ് എന്ത് വരും? 0 പ്ലസ് C2 പ്ലസ് 0. അപ്പോൾ C2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതുപോലെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് ആ എലമെൻറ്റിനെ എങ്ങനെ എഴുതാം? C1 2C1 C2 3C1 പ്ലസ് 4C2 C3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ C1 C2 C3 എന്നൊക്കെ പറയണത് എന്താണ്? ആർബിട്രറി സ്കെയിലേഴ്സ് ആണ്. ഓക്കെ, ആർബിട്രറി സ്കെയിലേഴ്സ് ആണ്. ഇനി നമുക്ക് ഇപ്പോൾ ഇത് എങ്ങനെയാണ് ആൽഫ എന്നുള്ളത് ഇതിൻ്റെ ലീനിയർ സ്പാൻ ആണോ, ഇതിൻ്റെ സ്പാൻ ചെയ്യുന്ന ഈ 3 വെക്ടേഴ്സ് വെച്ചിട്ട് സ്പാൻ ചെയ്യുന്ന വെക്ടർ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആൽഫയ്ക്ക് ഇപ്പോൾ കിട്ടിയ ഈ വെക്ടറിൻ്റെ ഫോം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. അതായത് ഇപ്പോൾ നമുക്ക് ആൽഫേനെ ജനറലി എങ്ങനെ വിളിക്കാം? x1 x2 x3 x4 x5 എന്ന് വിളിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഈ എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കി നോക്കൂ. C1 2C1 അങ്ങനെയായിരുന്നു. അപ്പോൾ x1 x2, അപ്പോൾ x2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? x1ൻ്റെ 2 ടൈംസ് ആയിരിക്കണം, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ x2 എന്ന് പറയുന്നത് 2x1 ആയിരിക്കണം. അതുപോലെ x4 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3x1 പ്ലസ് 4x3 ആയിരിക്കണം. അതായത് തേർഡ് എലമെൻറ്റിൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3x1 പ്ലസ് 4x3 എന്നുള്ള ഫോം ആയിരിക്കണം. അതുപോലെ x5 എന്നുള്ളത് നമുക്ക് ആർബിട്രറി ആയിട്ട് സെലക്ട് ചെയ്യും. അതാണ് അങ്ങനെ ആയിരിക്കണം ഈ എലമെൻറ്റിൻ്റെ ഫോം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. -3 -6 1 -5 2. ഇത് ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നോക്കി നോക്കൂ, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഡബിൾ ആണ് -6 എന്ന് പറയുന്നത്. പിന്നെ തേർഡ് എലമെൻറ്റിൻ്റെ കൂടെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ തേർഡ് എലമെൻറ്റിൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോർത്ത് എലമെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, 2 എന്നുള്ള ആർബിട്രറി ഫിഫ്ത്ത് എലമെൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു ആൽഫ തന്നിരിക്കുന്നതെങ്കിൽ ആ ആൽഫ ഈ ആൽഫ 1 ആൽഫ 2 ആൽഫ 3ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് 2 4 6 7 8. അതെന്ന് പറയുന്നത് എന്തെല്ലാം ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ല. നമ്മൾ ഈ ഒരു ഫോമിലല്ല ആ ഒരു വെക്ടർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തെല്ലാം ഇതിൻ്റെ ലീനിയർ ഈ 3 വെക്ടേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, സ്പാൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു മെത്തേഡിലും കാണാം. അത് നമുക്ക് മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ടും നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Let F be a subfield of the field C of complex numbers and let V be the vector space of all 2x2 matrices over F. And let W1 be the subset of V consisting of all matrices of the form. W1ൻ്റെ ഫോം ഇതാണ് x y z 0. W2ൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ x 0 0 y. ഓക്കെ, ഈ എക്സും വൈയും സെഡൊക്കെ എന്താണ്? ആർബിട്രറി സ്കെയിലേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർസെക്ഷൻ കാണാൻ പറഞ്ഞു വിചാരിക്കും. W1 ഇൻ്റർസെക്ഷൻ W2. അപ്പോൾ എന്തായിരിക്കും വരിക? W1 ഇൻ്റർസെക്ഷൻ W2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x y z 0 x 0 0 5. ഫസ്റ്റ് എലമെൻറ്റ് എക്സിൻ്റെ പ്ലേസ് നോക്കി നോക്കുക. അപ്പോൾ ഇവിടെയും എക്സ് ഉണ്ട്, എവിടെയും അപ്പുറത്തും എക്സ് ഉണ്ട്, എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ എലമെൻറ്റിനെ നമുക്ക് എടുക്കാം. ഫസ്റ്റ് എലമെൻറ്റ് എക്സ് വരും. നെക്സ്റ്റ് എന്താണ്? ഫസ്റ്റ് എലമെൻറ്റ് വൈ ആണ്, അപ്പുറത്ത് 0 ആണ്. അപ്പോൾ 0 വരിക എന്ന് പറഞ്ഞാൽ ആ അവിടെ വേറൊരു എലമെൻറ്റ് വരാൻ പാടില്ല എന്ന് തന്നെയാണ് അർത്ഥം. 0 തന്നെ വരണം. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ സെക്കൻഡ് എലമെൻറ്റ് എന്ത് തന്നെയാണ് വരിക? 0 എന്നാണ് എഴുതേണ്ടത്. അതുപോലെ തേർഡ് എലമെൻറ്റ് നോക്കുമ്പോൾ സെഡ് ഇപ്പുറത്ത് വരുന്നുണ്ട്, അപ്പുറത്ത് 0. അപ്പോൾ സെഡും 0യും കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 0 എന്ന് തന്നെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ 0യും വൈയും. അപ്പോൾ അത് തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്താണ് വരിക? 0 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ x 0 0 0 എന്നുള്ളതായിരിക്കും അതിൻ്റെ ഇൻ്റർസെക്ഷനിലുള്ള എലമെൻറ്റിൻ്റെ ഫോമായിട്ട് വരിക. ഓക്കെ, അടുത്തത് W1ഉം W2ഉം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ W1 പ്ലസ് W2 എന്തായിരിക്കുന്നതാണ്? W1 പ്ലസ് W2 എന്താണെന്ന് നോക്കാം. W1ൻ്റെ ഫോം എന്തായിരുന്നു? ABC 0. അടുത്തത് 0 0 0 D. ഇതിന് x y z 0 ABC എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? എയും 0യും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും?
ഇപ്പോൾ W2 എന്നുള്ളത് നമ്മൾ W2വിൻ്റെ ഫോം എന്താണ്? x00y എന്ന് പറഞ്ഞാൽ x00y എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ എലമെൻ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സീറോൻ്റെ പ്ലേസിൽ എന്തായാലും 0 ആയിരിക്കണം, പക്ഷേ എക്സിൻ്റെ പ്ലേസിൽ എന്ത് വരാം? 0 വരാം. അതുകൊണ്ടാണ് നമ്മൾ 000D എന്ന് W2നെ എഴുതിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ W1 + W2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ABCD. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? ABCD, ദറ്റ് ഈസ് V എന്നുള്ള വെക്ടർ ഒരു 2x2 മെട്രിക്സ് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ W2ൻ്റെ ഫോം x00y ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സിൻ്റെയും വൈൻ്റെയും പ്ലേസിൽ എലമെൻറ്റ് വരണം എന്ന് നിർബന്ധമില്ല, അവിടെ 0 ആയാലും പ്രശ്നമില്ല. ഓക്കെ, അടുത്തത് ഒരു ജസ്റ്റ് റെപ്രസെൻറ്റേഷനാണ്, റോ സ്പേസിൻ്റെ റെപ്രസെൻറ്റേഷനാണ് പറയുന്നത്. ലെറ്റ് A be an m/n matrix over a field F. The row vectors of A are the vectors in Fn given by alpha I equal to ai1, ai2, etc. ain. The subspace spanned by the row vectors of A is called the row space of A. Spanned by the row vectors of A is called the row space of A. The subspace considered in the above example, നമ്മൾ തൊട്ട് മുമ്പിൽ ആ 3 വെക്ടേഴ്സ് വെച്ച് സ്പാൻ ചെയ്യുന്ന വെക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ റോ സ്പേസ് എന്താണ് വരിക? ഈ 3 വെക്ടേഴ്സിൻ്റെ ആ 3 വെക്ടേഴ്സ് വെച്ചിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ 1 2 0 3 0 0 0 1 4 0 0 0 0 0 1 ആ മെട്രിക്സ് ആയിരിക്കും അതിൻ്റെ റോ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ലീനിയർ സ്പാനിൽ വരുന്ന വേറൊരു എലമെൻറ്റും കൂടി വരികയാണെങ്കിൽ അതും കൂടി എഴുതിയാലും അതിൻ്റെ റോ സ്പേസ് ശരിയാണ്. അതായത് ഇപ്പോൾ -4 -8 1 -8 0 എന്നുള്ളത് അതിൻ്റെ റോ സ്പേസ് അതിൻ്റെ ലീനിയർ സ്പാനിൽ വരുന്നൊരു വെക്ടറാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് 4th റോ ആയിട്ട് എഴുതിയാൽ അതും എന്ത് തന്നെയാണ് വരിക? റോ സ്പേസ് ഓഫ് ദി മെട്രിക്സ് ആണ് വരിക. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് ആ കാര്യം പറയും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. Let V be the space of all polynomial functions. Let V be space of all polynomial functions over F. Let S be the subset of V consisting of the polynomial functions f0, f1, etc. defined by fn of x equal to x raised to n, where n equal to 0, 1, 2, 3, etc.